കണ്ണൂരിൽ യുവതിയും കുഞ്ഞും പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ റീമയും ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവരികയാണ്. കുഞ്ഞിനെ വേണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ വിട്ടു നൽകേണ്ടി വന്നാൽ താൻ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു റീമയുടെ മറുപടി. വന്നോ, കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങ പോയതല്ല ഓർമ്മയുണ്ടാവൂലു. എടുത്തിട്ട് പോ, ഞാൻ കാണിട്ട്. എനക്ക് ജീവനില്ലെടുത്തോളം ഞാൻ ഓനെ നിങ്ങളടുത്തേക്ക് വിടൂല. ഒന്നിക്ക ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചാവും ആ അവസ്ഥയിലെത്തിനെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ഞാൻ ഇനി വിടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇനി എന്ത് നിയമം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊന്നിച്ച് വിടൂല. ഫെലിക്സ് വിവരങ്ങളുമായി കണ്ണൂരിലുണ്ട്. ഫെലിക്സ്, ഈ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വരികയാണ്. താണ്ടെ ഞെട്ടിച്ചൊരു സംഭവമാണ്. കുഞ്ഞിനെയും കൊണ്ടാണ്, രണ്ട് മരണമാണ്, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണമാണ്. കുഞ്ഞിനെയൊക്കെ എന്തിനു കൊല്ലുന്നു? ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, എങ്ങനെ ഇങ്ങനെ ഒന്നിലേക്ക് എത്തപ്പെട്ടു, ആത്മഹത്യയിലേക്ക് എത്തപ്പെട്ടു എന്നതിനൊരു തെളിവായി മാറുകയാണോ ഈ സംഭാഷണം ഉൾപ്പെടെ? രതീഷ്, ഈ സംഭാഷണത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇവർ തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വിഷയം കുഞ്ഞായിരുന്നു എന്നതാണ്. അതായത് ഈ ഫോൺ സംഭാഷണം അതാണ് വ്യക്തമാക്കുന്നത്. കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടു, എന്നാൽ നൽകില്ല. ആ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നൽകാൻ തയ്യാറല്ല. ഭർത്താവിൻ്റെ അമ്മ ആയിട്ടുള്ള സ്വരച്ചേർച്ചയൊക്കെ ഈ ഫോൺ സംഭാഷണത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിട്ടു നൽകേണ്ടി വന്നാൽ ഈ താൻ മരിച്ചു പോകും, അല്ലെങ്കിൽ താൻ ജീവൻ എടുക്കുമെന്ന് തന്നെയാണ് അവർ ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് ഈ രണ്ടുപേരും, ഈ അമ്മയും കുഞ്ഞും, ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ജീവൻ ഒടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ റീമയുടെ പിതാവ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഭർത്താവ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് റീമയെ ഭീഷണിപ്പെടുത്തി, നിരന്തരം ഭീഷണിപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തി ഭർത്താവിനെതിരെയും ഒപ്പം ഭർത്താവിൻ്റെ മാതാവിനെതിരെയും കേസെടുക്കണം, നടപടി ഉണ്ടാകണം എന്നതുകൂടിയാണ് കുടുംബത്തിൻ്റെ ആവശ്യം. പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കേസെടുത്തുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല. നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ആ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.